ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോങ് വോൾഫ് എൻ്റെ ഫ്രണ്ടിനായിട്ട് ഡുവൽസ് ആണ് ഞാൻ കളിക്കുന്നത്. അപ്പോൾ എ ഡബ്ല്യു ഡെസേർട്ട് പോകും ഫസ്റ്റ് എടുത്ത്. അങ്ങനെ ഞാൻ വലിയ തൊലയിൽ ഓടിപ്പോവാൻ നിൽക്കണ്ട. എ.ഡബ്ല്യു.ഒക്കെ അടിച്ചടിച്ച് പോയിന്ന് ഓനെ ഞാൻ കണ്ട് ഒയിനോ കണ്ടിക്കണേ. ഞാൻ ഡെസേർട്ടായിട്ട് ഡ്രാഗ് ചെയ്യാൻ നോക്കുന്നത്, പക്ഷെ ഡ്രാഗ് ആവണില്ല. ഓൻ്റെ ഹെഡ്ഷോട്ട് അടിച്ച് തല പൊലിച്ച് തന്നിങ്ങനെ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ഇത് എന്തായാലും എടുക്കണം എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ കളിക്കാൻ പോയേട്ടാ. എന്നിട്ട് മോനെ ഓൻ്റെയൊക്കെ എന്തെങ്കിലും സീൻ സാധനം കുടുങ്ങിക്കണം. ഇവിടെ ഉണ്ടാവും നോക്കിയപ്പോൾ ഇവിടെ ഇല്ല. നോക്കിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ അങ്ങനെ വെയിറ്റ് ആക്കി നിൽക്കണം, ഓൻ എപ്പോഴാണ് കാണാൻ വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ വന്നു ഞാൻ ഡെസേർട്ടായിട്ട് നെക്കി പിടിച്ചടിച്ച്, പക്ഷേ ഡാം അലമ്പിൽ കയറിയില്ല. അവിടെ നെക്കി പിടിച്ച് ഡ്രാഗ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ മേത്ത് കൊടുക്കണില്ല. പിന്നെ ഓൻ്റെ തല വിളിച്ച് എന്ത് കളി അറിയോ. എൻ്റെ ഫ്രണ്ട് ആദം എന്നാണ് എൻ്റെ പേര് കേട്ടോ. പിന്നെ ഞാൻ ഡബിൾ പൊട്ടാസ് എടുത്തിട്ടോ. ഡബിൾ പൊട്ടാസ് എടുത്തിട്ട് റിവെഞ്ച് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഗണ്ണൊക്കെ സ്വിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോവണ്ടാ. നിങ്ങളങ്ങനെ നോക്കിപ്പോൾ സ്വിച്ച് ചെയ്ത് ഒന്നാണ്ട് ചെയ്യാൻ ഓനങ്ങനെ പോണെന്ന് മനസ്സിലായി. 52 കൊടുത്ത് 125 മുന്നടിച്ചു. ഗായ്സ്, എൻ്റെ റിവെഞ്ചൊക്കെ മൂഞ്ചോ. ഇന്നെടുക്കുമോ ഈ കളി പോയി അടിക്കുമോ? ഇത് ഈ റൗണ്ട് വിട്ടു കൊടുക്കൂല എന്നുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ അങ്ങനെ ഓടി പോണേ. ഇതെന്താണോ ഇപ്പം ഞാൻ എന്താ പോണേ. അയ്യോ, ഫസ്റ്റ് 115 കൊടുത്ത്, രണ്ടാമത് 137 കൊടുത്ത് നമ്മളങ്ങനെ ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് ഗായ്സ്. ആ റൗണ്ട് എടുത്തതിൻ്റെ പൊലിവാണ് നിങ്ങൾ കാണണേ. അങ്ങനെ നമ്മൾ അടുത്ത റൗണ്ട് കളിക്കുകയാണ്. അതിലോട് എടുത്തുക്കണ കണ്ണ ഏതൊക്കെയാണ്? തോമസിനും എടുത്തുക്കണം. അപ്പോൾ ഇത് കൊടുക്കണം എന്നുള്ള ഇതിലോ ഇങ്ങനെ സ്കോപ്പ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ തിരിച്ച് സ്കോപ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതിൻ്റെ ഹെഡ്ഷോട്ട് ഇങ്ങനെ ഫുള്ളിട്ടെടുത്ത് ഹെഡ്ഷോട്ട് ഇങ്ങനെ തരാന്ന് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3-2 ഗൈസ്. റിവെഞ്ച് മാച്ചാണ് കേട്ടോ. നേരത്തെ പോലെ ഇങ്ങനെ നോക്കി, പക്ഷെ കുടുങ്ങിയില്ല. കാല ഡാമും കിട്ടി. പിന്നെ ഞാനതൊന്നും നോക്കണ്ട വിചാരിച്ചിട്ട് കയറി ചെന്നടിക്കാൻ നോക്കി. ബട്ട് ഒന്നടിച്ച് കൊന്നു. കളി എടുക്കാനുള്ള വക്കരെത്തി. 4-2 സ്കോറ്. എന്തായാലും എടുക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകൊടുക്കുമോ? ഇല്ലല്ലോ. നമ്മൾ കണ്ണെടുത്ത് കറങ്ങി പോണേ. നമ്മൾ ഡെസേർട്ടും പിന്നെ എടുക്കണേ ഡ്രോഗണും അല്ല ഡെസേർട്ട് M10 എടുക്കണേ. ഞാൻ ഇങ്ങനെ നിൽക്കണതിൻ്റെ ഓനൊക്കെ ഒന്ന് വണ്ടാ പൊളിങ്ങായിരിക്കണം. സ്നൂപ്പ് ഇങ്ങനെ കൊടുത്ത് ഓയിക്കൊണ്ട് ഞാൻ വന്നു. അപ്പം ഞാൻ മാറി നെക്കി പിടിച്ചെൻ്റെ M10 ഇട്ട് കൊന്നിക്കണേ. പ്രാവശ്യം ഈ മോട്ടറൊന്നും അടിക്കാൻ കഴിഞ്ഞില്ല. അഥവാ ഇനി ഒന്നുകൂടി എടുത്തോണ്ട് ജയിക്കും. രണ്ടാമത്തെ ഇങ്ങനെ ഓനടിക്കാൻ നോക്കി. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കവർ എടുത്ത് വെക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ വണ്ടാ പഠിച്ചിട്ടും കിടിലം കളിയാം. 30 ഞാൻ ഫസ്റ്റ് കൊടുത്ത് ഓയിക്കും 30 വന്ന് ഓനുണ്ട് അടി ചാടി. അപ്പോൾ ഞാൻ M10 മേലെ കയറി ചാടി നെക്കി പിടിച്ചടിക്കാൻ നോക്കി, പക്ഷെ കുടുങ്ങിയില്ലല്ലോ പോലെ. രണ്ടാമത്തെ നെക്കി പിടിച്ചടിച്ച് അങ്ങനെ നമ്മൾ ഈ റൗണ്ട് കൊടുത്ത് 4-4 സമനിലായി കിട്ടിക്കണേ. അടുത്ത മാച്ച് പോയിൻ്റ് ആയതുകൊണ്ട് ഇഷ്ടമുള്ള എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തോമസിനും ഡ്രോഗണും ഡെസേർട്ടുമാണ് എടുത്തുക്കണത്. അങ്ങനെ ഞാൻ ഡ്രോഗണും ഡെസേർട്ട് ഈ കളി എടുക്കണം എന്നുള്ള ഇതിൽ പോവാണ് ഗൈസ്. ഡെസേർട്ട് വെച്ച് കവർ എടുത്ത് ഓനോട് മേലെ നിൽക്കണുണ്ടപ്പോൾ ഞാൻ ഡെസേർട്ട് വെച്ച് കവർ എടുത്തടിക്കാണ്. ഫസ്റ്റ് കൊടുത്ത് ഡ്രാഗ് ആവണി നോക്ക് ഡാം വന്ന് ഞാൻ അവനക്ക് ഫസ്റ്റ് ഇങ്ങനെ കവർ എടുത്ത് കുത്തി പിടിച്ചടിച്ച് നെക്കി പിടിച്ചടിച്ചതുകൊണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ബൂയ അടിച്ച് കംബാക്ക് അങ്ങനെ ഉണ്ട് ഗൈസ്. അത് പറയാം. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ നിർത്തുകയാണ്.
Goodbye guys.